സ്വർഗനാടുതിയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുതിയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. പാപനാട്ടിലില്ല, ഒരു ശാപമുണ്ടാകയില്ല. പാപനാട്ടിലില്ല, ഒരു ശാപമുണ്ടാകയില്ല. നിത്യസന്തോഷം ശിരസിൽ വഹിക്കും ഭക്തജനങ്ങളുണ്ട്. ഹല്ലേലൂയ, ഭക്തജനങ്ങളുണ്ട്. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ഈരവും പകലുന്നില്ല, അവിടിരുളൊരു ലേശമില്ല. ഈരവും പകലുന്നില്ല, അവിടിരുളൊരു ലേശമില്ല. വിതറിയിടും വെളിച്ചം നീതിയിൽ സൂര്യൻ, അത് മതിയാനന്ദമാ. ഹല്ലേലൂയ, അത് മതിയാനന്ദമാ. ഭിന്നതയാവിടയില്ല, കക്ഷിഭേദങ്ങളൊന്നുമില്ല. ഭിന്നതയാവിടയില്ല, കക്ഷിഭേദങ്ങളൊന്നുമില്ല. ഒരു മൃദുസുതര ഒരുമിച്ചു വാഴും അനുഗ്രഹ ഭവനമതാ. ഹല്ലേലൂയ, അനുഗ്രഹ ഭവനമതാ. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുതിയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായി വീടെനിക്കുണ്ട്. സ്വർഗനാടുതിയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. വഴക്കുകളൊന്നുമില്ല, പണിമുടക്കുകൾ വരികയില്ല. വഴക്കുകളൊന്നുമില്ല, പണിമുടക്കുകൾ വരികയില്ല. മനുഷ്യരിൽ ദരിദ്രർ ധനികരില്ല, ഏക ശരീരമവ. ഹല്ലേലൂയ, ഏക ശരീരമവ. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. കണ്ണീര് അവിടെയില്ല, ഇനി മരണമുണ്ടാകയില്ല. കണ്ണീരവിടെയില്ല, ഇനി മരണമുണ്ടാകയില്ല. അരുമയേശുവിനരികിൽ നമ്മേറ്റം ഒരുമിച്ചു വാഴുകയാ. ഹല്ലേലൂയ, ഒരുമിച്ചു വാഴുകയാ. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായ വീടെനിക്കുണ്ട്. നാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. വഴക്കുകളൊന്നുമില്ല, പണിമുടക്കുകൾ വരികയില്ല. വഴക്കുകളൊന്നുമില്ല, പണിമുടക്കുകൾ വരികയില്ല. മനുഷ്യരിൽ ദരിദ്രർ ധനികരെന്നില്ല, ഏക ശരീരമവർ. ഹല്ലേലൂയ, ഏക ശരീരമവർ. ശാശ്വതമായി വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ശാശ്വതമായ വീടെനിക്കുണ്ട്. സ്വർഗനാടുകയിലുണ്ട് കർത്താവ് ഒരുക്കുന്നുണ്ട്. ഞങ്ങളെ അങ്ങിങ്ങായി ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലോകം മുഴുവനും ദുഷ്ടതയുടെ അധീനത്തിൽ കഴിയുമ്പോൾ, അതിക്രമങ്ങൾ കൊണ്ട് ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്. മദ്യം, മയക്കുമരുന്ന് ലോകത്തെ നശിപ്പിക്കുന്നു, ഭവനങ്ങളെ തകർക്കുന്നു.
ലോകം മുഴുവനും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിക്രമങ്ങൾ പെരുകുന്നു, അന്ധകാരം വർദ്ധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ഒരു സമാധാനവുമില്ലാതെ കുടുംബങ്ങൾ തകർന്നടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശമാണ് ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ജോലിയിലായിരിക്കാം, നിങ്ങൾ മറ്റേതെങ്കിലും പ്രവർത്തന മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ വിശ്രമത്തിലായിരിക്കാം. ഏതവസ്ഥയിലായിരുന്നാലും അവിടങ്ങളിലായി നിന്നുകൊണ്ട് അല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കാലം തികഞ്ഞു. എന്താണ് കാലം തികഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം? കാലഘട്ടത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് BC AD രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന ഒരു ചരിത്ര പുരുഷനാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന നസ്രത്യനായ യേശു ക്രിസ്തു. കാലഘട്ടങ്ങളെ രണ്ടായി വിഭജിച്ച് അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നവൻ. BC അവസാനിച്ചു, AD ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വിളിച്ചു പറയുന്നു, കാലം തികയാറായി. ഏത് കാലമാണ് തികയാറായത്? AD കാലഘട്ടം അവസാനിക്കാൻ കാലമായിരിക്കുന്നു. കാരണം യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു. എന്തിനു വേണ്ടി വരുന്നു? തന്നെ കാത്തിരിക്കുന്ന ഭക്തന്മാരെ സ്വീകരിക്കുവാൻ. അതോ ഈ AD എന്ന കാലഘട്ടം അവസാനിക്കാറായിരിക്കുന്നു. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു വരാനായി. എന്തിനു വേണ്ടി വരുന്നു? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാരെ തന്നോടൊപ്പം ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കാലമെടുത്തിരിക്കുന്നു. കാഹളം ധ്വനിക്കാറായി. യേശു വരായി. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മാനസാന്തരപ്പെടണം. എന്താണ് സുവിശേഷം? സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് സുവിശേഷം? നല്ല വിശേഷം. എന്താണ് നല്ല വിശേഷം? ലോകത്തിൽ നല്ല വിശേഷം ഒരുപാടുണ്ട്. ലോകത്തിന്റെ നടുവിൽ ഒത്തിരി നല്ല വിശേഷങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നത് നല്ലതൊന്നേ ഉള്ളൂ. മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കുള്ള സന്ദേശം ഏറ്റെടുക്കുമെങ്കിൽ അതാണ് നല്ല സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ പിന്നെയും അവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ സ്വീകരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും. അതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്ന നല്ല സുവിശേഷം. നല്ല വിശേഷം അതാണ്. കാരണം ലോകത്തിൽ ഒത്തിരി ഭാഗ്യവാന്മാരുണ്ട്. ലോക ചരിത്രം തിരുത്തി എഴുതുന്നവരുണ്ട്. അവൻ അനേകം മഹാന്മാർ ഈ ലോകത്തെ ഭരിച്ചു. മിടുമിടുക്കന്മാരായവർ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ ഒക്കെയുണ്ട്. അവരെല്ലാം മരിച്ചു മൺമറഞ്ഞ് ശവക്കല്ലറകളിൽ അടക്കപ്പെട്ടപ്പോൾ, അവരൊക്കെ മരിച്ചു മൺമറഞ്ഞ് ശവക്കല്ലറകളിൽ അടക്കപ്പെട്ടപ്പോൾ അവരുടെ കല്ലറകളൊക്കെ ഇന്ന് മടങ്ങി കിടക്കുന്നു. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. കല്ലറയിൽ എഴുതി വെക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. ഹല്ലേലൂയ. ഞാനിവിടെ ഓർപ്പിക്കട്ടെ, നസ്രയനായ യേശു മരിച്ച് അടക്കപ്പെട്ടെങ്കിൽ അവൻ കല്ലറയിൽ ഒതുങ്ങുന്നവനല്ല. കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിൽ ആ കല്ലറ പൊട്ടിച്ചുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ ഇന്ത്യയെ മുദ്ര പൊട്ടിച്ചിട്ട് ഇതാ യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പോകുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ മടങ്ങി വരുന്നവരായി പോയതുപോലെ മടങ്ങി വരും. പോയതുപോലെ മടങ്ങി വരും. തീയതി പ്രഖ്യാപിച്ചില്ല. അവൻ വരും നിശ്ചയം. എന്നാൽ അതിന്റെ അടയാളങ്ങളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. എന്താണ് അടയാളം? പല അടയാളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്.
എന്ന് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ബോംബ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഒത്തിരി കാര്യങ്ങളോട് പറയുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? AD 100 മുൻപ് എഴുതി വെച്ചു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയാം. ദുർഘട സമയങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദുർഘട സമയങ്ങൾ കാണുന്ന നാം ഓർക്കുക, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശു വരാറായി. എന്തിനു വേണ്ടി വരുന്നു? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. എന്നാൽ ഈ ലോകം ദുഷ്ടതയോട് നിറയുന്നു, അതിക്രമങ്ങളോട് നിറഞ്ഞിരിക്കുന്നു, അനർത്ഥങ്ങൾ പെരുകി വരുന്നു. ഇതിന്റെ നടുവിൽ ഒരു പരിഹാരം എവിടെ? മനുഷ്യർ സ്വസ്നേഹികളായി മാറുന്നു. ഭാര്യ ഭർത്താവിനെ കൊന്നു മുറിച്ച് കഷണങ്ങളാക്കി റോളിൽ ചിതറുന്നു. പാമ്പിനെ കൊണ്ട് ഭാര്യയെ കടിപ്പിക്കുന്നു, കൊന്നുകളയാൻ. സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, അപ്പനെ വെട്ടിക്കൊല്ലുന്നു, മക്കളെ വെട്ടിക്കൊല്ലുന്നു. ഇങ്ങനെ ഒത്തിരി അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? കാലം തികഞ്ഞു. ഇനി പിശാചിന് അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചു, കാലം തികയാറായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് കാലം തികയാറായത്? ഞാൻ ഓർപ്പിച്ചല്ലോ, കാലഘട്ടത്തിന്റെ നടുവിലാണ് യേശു ഇറങ്ങി വന്നത്. എന്തിനാണത്? സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ വേഷമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടി? ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപത്തിന് അടിമയായി പാപം ചെയ്ത് പാപത്തിൽ കൂടി നടന്ന് പാപത്തിന് നടുവിലിരുന്ന് പാപത്തെ വെള്ളം പോലെ കുടിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും എന്നെ കേൾക്കുന്നവരെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. പാപത്തിന്റെ അടിമത്തിലായിരിക്കുന്ന നിനക്ക് ഒരു മോചനം നേടുവാൻ ഈ ലോകത്തിൽ യാതൊരു സാധ്യതയുമില്ല. മനുഷ്യനെല്ലാം പാപത്തിൽ ജനിച്ചവരാണ്. പാപിക്ക് ജനിച്ചവൻ പാപിയാ. പാപമില്ലാതെ ആരും ഇവിടെ ജനിച്ചിട്ടില്ല. പാപമില്ലാതെ ജനിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, ആണ് യേശു ക്രിസ്തു. അവൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നവനല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരം സ്വർഗത്തിൽ നിന്ന് മനുഷ്യന്റെ വേഷമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ്. തനിക്ക് ജന്മമെടുക്കുവാൻ ഒരു സ്ത്രീയെ ശുദ്ധീകരിച്ച്, അവരുടെ ഉദരത്തെ ശുദ്ധീകരിച്ച് ദൈവകൃപ പകർന്ന് അവൻ ആ സ്ത്രീയിൽ കൂടി ജന്മമെടുത്ത് വന്നവനാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. എന്തിനു വേണ്ടി? ദൈവം മനുഷ്യന് ഒരുപാട് കൽപ്പനകളെ കൊടുത്തു. ഇതൊന്നും മനുഷ്യൻ അനുസരിക്കാതെ ലോകത്തിന്റെ പിന്നാലെ പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം നേരിട്ടിറങ്ങി വന്ന് മനുഷ്യനോട് സമ്പാദിക്കുവാൻ, മനുഷ്യനോട് ദൂത് കൊടുക്കുവാൻ, മനുഷ്യന് രക്ഷയുടെ ദൂത് ഒരുക്കുവാൻ, രക്ഷയുടെ മാർഗം ഒരുക്കുവാൻ. എന്താണ് യേശുവിന്റെ മാർഗം? പാപം ചെയ്ത മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനമായി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, രക്തം ചിന്തനം. നമുക്കറിയാം, അനേകർ യാഗങ്ങൾ കഴിക്കാറുണ്ട്. ആടിനെ വെട്ടും കോഴിയെ വെട്ടും ഹോമയാഗങ്ങളൊക്കെ കഴിക്കാറുണ്ട്. എന്തിനു വേണ്ടി? പാപപരിഹാരത്തിനായി. ഒരു കാര്യം ഓർക്കുക, എത്ര കോഴിയെ വെട്ടിയാലും എത്ര ആടിനെ വെട്ടിയാലും അവന്റെ രക്തം കൊണ്ട് ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുന്നില്ല. എന്നാൽ ഞാനിവിടെ വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പാപമില്ലാത്ത ഒരു രക്തം വേണം. പാപമുള്ള രക്തത്തിന്റെ കൂട്ടത്തിൽ മറ്റൊരു മനുഷ്യന്റെ രക്തം വെച്ചാൽ അത് പാപത്തോട് പാപം കൂട്ടുന്നു എന്നല്ലാതെ മറ്റൊരു പരിഹാരമാകുന്നില്ല. എന്നാൽ പാപത്തിന് പരിഹാരമായി ഞാൻ വിളിച്ചു പറയുന്നു, പാപമില്ലാത്ത
ഒരേ ഒരു രക്തമേ ഉള്ളൂ. അതാണ് നസറേത്യനായ യേശു. യേശു ഭൂമിയിൽ വന്ന് മനുഷ്യനെ പഠിപ്പിച്ച് എങ്ങനെ രക്ഷ പ്രാപിക്കാമെന്ന് മനുഷ്യനെ ഉപദേശിച്ച് അവൻ കാണിച്ചു തന്നു. മാത്രമല്ല, യേശു ഭൂമിയിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ മരിക്കാൻ? രക്തം ചിന്താൻ വേണ്ടി മാത്രം. യേശുവിന്റെ മരണം, ക്രൂശ് മരണം, ഒരു അപകട മരണമല്ല, അതൊരു ആത്മഹത്യയല്ല, അതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു പ്രതിമരണമാണ്. എന്ന് പറഞ്ഞാൽ എന്റെ പാപത്തിന് പരിഹാരമായി മറ്റൊരു മാർഗവുമില്ല. യേശു എനിക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപങ്ങളെ ക്രൂശിൽ ചുമന്നു, എന്റെ ശാപങ്ങളെ ക്രൂശിൽ ചുമന്നു, എന്റെ പോരായ്മകളെ ക്രൂശിൽ അവൻ ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി രക്ഷയെടുക്കുവാൻ അവൻ ക്രൂശിൽ യാഗമായി തീർന്നു. എന്നെ കേൾക്കുന്ന ഏവരും ഞാൻ പറയട്ടെ, ഒരു ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പാപത്തിന് പരിഹാരമായി യേശു സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് താൻ രക്തം ചിന്തി. ഈ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് പാപത്തിന് പരിഹാരം ലഭിക്കുക. പാപപരിഹാരകനായി യേശു ഭൂമിയിൽ കടന്നു വന്നു. ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ചു. തന്റെ സ്വന്തം ഗുണം, തന്നോടൊപ്പമുള്ളവർ തന്നെ ക്രൂശിൽ തറച്ചു, പച്ചമര കുരിശ് ചുമപ്പിച്ചു, 3 ആണികളാൽ തറയ്ക്കപ്പെട്ടു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവന്റെ ചങ്കു കുത്തി തുളച്ചു, അവന്റെ മുടി ഉഴവ് ചാല പോലെ കീറി, അവനെ തുപ്പി, അവനെ നിന്ദിച്ചു, അവനെ പരിഹസിച്ചു. എന്തിന്? അതെല്ലാം അവനെ ഏറ്റെടുത്തു. എന്തിനതെല്ലാം സഹിച്ചു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരമായി ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നേർച്ച കാഴ്ചകളുണ്ടോ, പുണ്യ ദേവാലയങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ നിന്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല. യേശുക്രിസ്തുവിന് നിങ്ങളെ എണ്ണ വേണ്ട, യേശുക്രിസ്തുവിന് നിങ്ങളുടെ വെളിച്ചം വേണ്ട. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാ. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നേർച്ച കാഴ്ചകൾ അവൻ ആവശ്യമില്ല, അവന് പണം ആവശ്യമില്ല, അവന് മറ്റ് ലോക സമ്പാദ്യങ്ങളൊന്നും വേണ്ട. യേശു ഭൂമിയിൽ ഇറങ്ങി വന്നത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പാപത്തെ അവൻ സ്വയം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു, കാൽവറിയിൽ ഏറ്റെടുത്തു. ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീൻ കുന്നിൻ മുകളിൽ 2000 വർഷങ്ങൾക്കപ്പുറം ക്രൂശിക്കപ്പെട്ട് മരണമടഞ്ഞെങ്കിൽ, അവർ ക്രൂശിൽ മരിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, നിന്റെ പാപത്തിന് പരിഹാരം ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി, രക്ഷപ്പെടാൻ ഒരേ മാർഗം, പാപം പരിഹരിക്കപ്പെടാൻ ഒറ്റൊരു മാർഗം, അതാണ് യേശു. അതാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശു. യേശുവിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ, ഇന്ന് നീ മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ, ലോകത്തിൽ മരിച്ച സകല മനുഷ്യരും മരിക്കണം. മരണമില്ലാത്തവൻ ആരുമില്ല. സകലരും മരണപ്പെടും. എന്ന് മരിക്കുമെന്ന് ആർക്കും അറിയത്തില്ല എങ്കിലും നാം എല്ലാവരും മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. മരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാൾ നാം മരിക്കും. ഞാൻ ചോദിക്കുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ഉള്ളില്, നിന്റെ മനുഷ്യൻ, ഉള്ളിലെ ആത്മാവ് എങ്ങോട്ട് പോകും? മനുഷ്യന്റെ ശരീരം 3 ഘടകങ്ങളാണ്. 3 ഘടകങ്ങളാണ്. ജഡമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. ജഡവും ജീവനും ആത്മാവും. ഈ ജഡത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. അതാണ് നിന്റെ മരണം. ജഡത്തിൽ ജീവൻ വിട്ടുപോയാൽ നിന്റെ ആത്മാവ് പിന്നെ ആ ജഡത്തിൽ ഇരിക്കില്ല. ആ ജഡം വിട്ടുപോകുന്നു. പോകാൻ എവിടെയാണ് പോകേണ്ടത് അതിനെ തീരുമാനിക്കുന്ന സമയമാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ്. ഈ ആയുസ്സിനെ തീരുമാനിക്കണം. മരണശേഷം ഞാൻ എവിടെ പോകണം? 2 ഉള്ളൂ. ഒന്ന് നരകം, മറ്റൊന്ന് സ്വർഗം.
നരകയാതന അനുഭവിക്കണമോ? സ്വർഗീയ സുഖം അനുഭവിക്കണമോ? സ്വർഗീയ സന്തോഷം അനുഭവിക്കണമോ? നരകയാതന നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് ഒരു ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തി, ഭൂമിയുടെ ഉൾഭാഗം 6500 ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അതിനകത്ത് പുഴുക്കൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ഈ അടുത്ത സമയത്ത് ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തി. 6500 ഡിഗ്രി സെൽഷ്യസിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലേക്കാണ് അവൻ ഓർക്കട്ടെ ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ തള്ളിയിരുന്നത്. എന്നാൽ ഈ നരകത്തിലേക്ക് പോകാതെ മാറ്റപ്പെടുവാൻ ഒരു മാർഗമുണ്ട്. അതാണ് യേശു ചെയ്ത മാർഗം. മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷക്കുള്ള വഴി, മനുഷ്യന്റെ രക്ഷക്കുള്ള വഴി ദൈവവർക്ക് യേശു ഒരുക്കി വച്ചിരിക്കുന്നു. യേശുവിന്റെ മാർഗം മതം മാത്രമല്ല, ഇത് രക്ഷക്കുള്ള മാർഗമാണ്. യേശുവിന്റെ മാർഗം ലോകത്തിൽ സമ്പാദ്യമല്ല, ഇത് സ്വർഗത്തിൽ പോകുന്ന മാർഗമാണ്. സ്വർഗം തെരഞ്ഞെടുക്കുമോ നരകം തെരഞ്ഞെടുക്കുമോ? രണ്ടുമൊന്ന് നിശ്ചയമാണ്. അതേത് തിരഞ്ഞെടുക്കണമെന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് ചില പ്രമാണങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ചില പ്രമാണങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ പ്രമാണം അനുസരിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അവിടെയാണ് ദൈവം നമ്മെ മാനിക്കുന്നത്. ഒരു പ്രമാണമില്ലാതെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നരകമതിയെങ്കിൽ നരകത്തിൽ പോകാനുള്ളവർക്ക് ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഒരു കാര്യം ഓർക്കുക, നരകത്തിന്റെ ഭീകരത അതിഭയങ്കരമാണ്. നരകത്തിന്റെ ഭീകരത ഇത്ര ഭയങ്കരമായ ഈ നരകയാതനയിലേക്ക് പോകാനിടയാകാതെ എന്നെ കേൾക്കുന്നവരെ, ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് നിന്റെ മുമ്പിൽ ഇന്നൊരുക്കി വച്ചിരിക്കുന്ന ഈ രക്ഷ മാർഗത്തിലേക്ക് കടന്നു. യേശു വിളിക്കുന്നു, എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു ആശ്വാസം തരുന്നവരാ, യേശു രക്ഷ തരുന്നവരാ, യേശു രോഗസൗഖ്യം തരുന്നവരാ, യേശു പാപസൗഖ്യം തരുന്നവരാ. യേശുവിനെയാ ഞങ്ങളോട് പ്രസംഗിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പോലെ ലോകത്തിലെ ഇമ്പങ്ങളിൽ കൂടി ലോകത്തിലെ സാധ്യതകളെ തേടി അങ്ങ് ഈ അലഞ്ഞവരാ. അവിടെയൊക്കെ ഞങ്ങൾക്കൊരു സമാധാനമില്ലാതെ ഒരു സ്വസ്ഥതമില്ലാതെ ഞങ്ങൾ അലഞ്ഞപ്പോൾ രക്ഷ കണ്ടെത്തിയ, ഞങ്ങളെ കണ്ടെത്തിയ, ഞങ്ങളെ രക്ഷിച്ച ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഇത്ര തന്നത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാനിപ്പോ വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞു, യേശു വരാറായി. ഈ ഭൂമി കത്തിയെറിയുന്നൊരു നാളുണ്ടാവും. വൈകുന്നേരത്തിൽ ഇങ്ങനെ പറയുന്നു, ചൂടുപോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താഴടിയാകും. ഈ ഭൂമി കത്തിയെറിയുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് രക്ഷ പ്രാപിക്കേണ്ടവർക്ക് രക്ഷ പ്രാപിക്കാൻ അന്ന് നോക്കിയിരുന്നാൽ സാധിച്ചെന്ന് വരികയില്ല. നിന്റെ മരണത്തിന് മുമ്പ്, നിന്റെ ശ്വാസം പോകുന്നതിന് മുമ്പ് ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ, ഈ ലോകത്തിൽ ഒരു നിമിഷമെങ്കിലും യേശുവിനായി നീ ജീവിക്കുമെങ്കിൽ യേശു നിനക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ രക്ഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രക്ഷയിലേക്ക് കടന്നുക. ഈ രക്ഷയെ കണ്ടുമുട്ട്. ഈ രക്ഷയെ യേശുവിനെ ആശ്രയിക്ക്. എന്ന് വിളിച്ചു പറ, യേശുവേ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു, എന്റെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പാപവഴികളെ ഉപേക്ഷിച്ചോട് വിളിച്ചു പറ, കർത്താവേ ഞാൻ എന്റെ പാപവഴികളെ ഉപേക്ഷിക്കുന്നു. എനിക്ക് രക്ഷ വേണം, എനിക്ക് നിത്യ നരകം വേണ്ട, എനിക്ക് നിത്യ സ്വർഗം വേണം. ഈ സ്വർഗ പരദീസ, ഈ നിത്യ സന്തോഷം എനിക്ക് വേണം. എന്നെ അവകാശമായി തീർക്കണമെന്ന് യേശുവിനെ വിളിച്ചു പറഞ്ഞാൽ, യേശു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഇന്ന് നിന്നെ ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. പുണ്യ ദേവാലയങ്ങൾ തേടി പോകണ്ട, നേർച്ച കാഴ്ചകളുമായി പോകണ്ട. നീരിക്കുന്നുണ്ട് ഒരു വാക്ക് പറ, യേശുവേ ഞാൻ പാപിയാണ്, എന്റെ പാപവഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, എനിക്ക് രക്ഷണം, എന്നെ രക്ഷിക്കണം, നിന്റെ രക്തത്താലിലെ കഴുകി ശുദ്ധീകരിക്കണമേ. വിളിച്ചു പറഞ്ഞാൽ നിശ്ചയമായും യേശു നിന്റെ പാപവഴികളെ ശുദ്ധീകരിച്ച് നിന്റെ ദൈവങ്ങളാക്കി എത്തിക്കുവാൻ യേശു മതിയായിരുന്നു.
ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.